വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ബേസിക് സയൻസിന്റെ എക്സാം ഇതാ വളരെ അടുത്താണ് അല്ലെ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് സെറ്റ് ആക്കണം. സോ നിങ്ങൾക്കായിട്ട് വെൻ ലൈറ്റ് റിഫ്ലക്ട്, അതായത് പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതാ കവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? ഈ ഒരു പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള വിവിധ തരത്തിലുള്ള വസ്തുക്കളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ പഠിക്കുവാണോ? അല്ല അല്ലെ. പ്രകാശം കടന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 ഒബ്ജക്റ്റുകൾ കാണാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എടുക്കാം. ഞാനിതാ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റിലേക്ക് ഇതാ ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നു. ഇപ്പൊ ഒരു ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് റേസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വന്ന് പതിക്കുമ്പോൾ ആ ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കടത്തി വിടുന്നുണ്ട് അല്ലെ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൽ വന്ന് പതിച്ച് എല്ലാ ലൈറ്റിനെയും കടത്തി വിടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ ഒരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഒബ്ജക്റ്റ് എടുത്തേ. ഈ ഒരു ഒബ്ജക്റ്റിന് പ്രത്യേകത എന്താ? ഇതിലും ഇതുപോലെ തന്നെ ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നുണ്ട്. പക്ഷെ വന്ന് പതിച്ച് എല്ലാ ലൈറ്റ് റേസും പോകുന്നുണ്ടോ? ഇല്ല, ഭാഗികമായി മാത്രമേ ഇവിടെ കടത്തി വിടുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിച്ച് എല്ലാ പ്രകാശത്തിനെയും കടത്തിവിടാതെ കുറച്ചെണ്ണത്തിനെ മാത്രം കടത്തിവിടുന്ന ഒബ്ജക്റ്റ് ആണ് ഇത്. സോ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മെറ്റീരിയൽ എടുക്കാം. മൂന്നാമത്തെ മെറ്റീരിയൽ ഇതാ ഇതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൽ നിന്നും ലൈറ്റ് വന്ന് പതിക്കുന്നുണ്ട്. ആ ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ആ ഒരു ഒബ്ജക്റ്റിലൂടെ അതിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൽ വന്ന് പതിച്ച ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തേക്കുന്നത്, അതിനെ കടത്തി വിടുന്നില്ല. സോ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് പാക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രകാശം കടന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചു. മുഴുവനായിട്ട് കടത്തി വിടുവാണെങ്കിൽ അതാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്. പകുതി കടത്തിവിടുന്നത്, പകുതി എന്ന് പറയുന്നില്ല, ഭാഗികമായിട്ടാണ് കടത്തിവിടുന്നതെങ്കിൽ അതാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അർദ്ധധാര്യ വസ്തുക്കൾ. ഒട്ടും കടത്തിവിടുന്നില്ലെങ്കിൽ അതാണ് അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒട്ടും കടത്തി വിടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ലൈറ്റിന് എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പൊ നമുക്കൊരു മിറർ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ആ മിറർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ദർപ്പണം എന്ന് പറഞ്ഞാൽ ഒപാക്ക് ഒബ്ജക്റ്റ് ആണ്. കാരണം ദർപ്പണത്തിലൂടെ ഇതാ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് അതിന്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ അതിന് എന്താ ശരിക്കും സംഭവിക്കുന്നത്? യെസ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ജസ്റ്റ് ഒന്ന് തട്ടി തെറിപ്പിച്ച് വിടുവാണ് ചെയ്യുന്നത്. അതിനെ നമ്മളൊരു പേര് പറയും. എന്താണ്? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്റ്റുകളുടെയും സർഫസ് ഒരുപോലെയാണോ? ചില ഒബ്ജക്റ്റുകൾ വളരെ സ്മൂത്ത് ആണ്, ചില ഒബ്ജക്റ്റുകൾ റഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ സർഫസിന്റെ വ്യത്യാസത്തിൽ അവിടെ നടക്കുന്ന റിഫ്ലക്ഷനും 2 രീതിയിലുണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ദർപ്പണം തന്നെ എടുക്കാം. ദർപ്പണത്തിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ്, പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ ഒക്കെ എന്തായിരിക്കും? റെഗുലർ ആയിട്ടുള്ളതായിരിക്കും. അതായത് ക്രമമായിട്ട് നടക്കുന്ന റിഫ്ലക്ഷൻ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള റിഫ്ലക്ഷനെ നമ്മൾ ഒരു പേര് വിളിക്കും. അതാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഇനി അതേസമയം സാൻഡ് പേപ്പർ എടുക്കാം അല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം. അതിന്റെയൊക്കെ സർഫസിന്റെ പ്രത്യേകത എന്താ? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ റഫ് ആയിട്ടുള്ള സർഫസാ. അപ്പൊ അവിടെ നടക്കുന്ന റിഫ്ലക്ഷനും എന്തായിരിക്കും? ഇതുപോലെ തന്നെ ക്രമരഹിതമായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ളതായിരിക്കും. സോ ഇങ്ങനെയുള്ള റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ എന്താണെന്നും 2 തരത്തിലുള്ള റിഫ്ലക്ഷൻ ഏതാണെന്നും മക്കൾ ഓർത്തിരിക്കുക. ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ക്രമപ്രതിപതനം എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്രതലങ്ങളിലാണ് അവിടെ ക്രമമായിട്ടാണ് പ്രതിപദിച്ചു പോകുന്നത്. ഇനി വിസരിത പ്രതിപതനം എന്ന് പറഞ്ഞാൽ റഫ് ആയിട്ടുള്ള പ്രതലങ്ങളിലാണ് അവിടെ എന്താണ് ക്രമരഹിതമായിട്ടാണ് പോകുന്നത്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ അതിന്റെ ലോസ്, അതായത് പ്രതിപതന നിയമങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ഈ നിയമങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ടേംസ് അറിയണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു പ്ലെയിൻ മിറർ കാണുന്നുണ്ട്. ആ പ്ലെയിൻ മിററിന്റെ ഈ ഒരു പോയിന്റിലാണ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഈ
ഒരു പോയിന്റിനെ നമ്മളൊരു പേര് വിളിക്കും, അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന ബിന്ദു എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലേക്ക് വന്ന് പതിക്കുന്ന റേ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പതിക്കുന്ന റേ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത്. ആ പതന ബിന്ദുവിൽ വന്ന് പതിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റർ റേ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പതനബിന്ദുവിലെ ആ പതനബിന്ദുവിന് ലംബമായിട്ട് നമുക്കൊരു റേ കാണുന്നുണ്ട്, അതാണ് ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത്. അതായത് ഒരു റിഫ്ലക്ഷൻ നല്ല രീതിയിൽ നടക്കുമ്പോൾ അവിടെ 3 കിരണങ്ങൾ 3 റേ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റേ, അതുപോലെ തന്നെ നോർമൽ റേ, റിഫ്ലക്റ്റർ റേ. അതായത് പതനരശ്മി, ലംബം, പ്രതിപതന രശ്മി. ഇത് 3ഉം ഒരേ തലത്തിലായിരിക്കും, സെയിം പ്ലെയിനിലായിരിക്കും. ഇതാണ് ഒരു ലോ എന്ന് പറയുന്നത്. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ായിരിക്കും. ഇതാണ് ഒരു ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ പറയുന്നത് കോണളവിന്റെ ബേസിലാണ്. അതായത് ഏതൊക്കെ 2 കോണുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ കോണുകൾ എന്ന് പറയുന്നത് ലംബവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ലംബവും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള കോണാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോണം, ലംബവും റിഫ്ലക്റ്റർ റേക്കും ഇടയിലുള്ള കോണാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോണം. ഈ 2 കോണും തുല്യമായിരിക്കും. ഇതാണ് മറ്റൊരു നിയമം എന്ന് പറയുന്നത്. അപ്പൊ പ്രതിപതന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പതന കോണം പ്രതിപതന കോണം തുല്യമായിരിക്കും, പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. Laws of reflection എന്ന് പറഞ്ഞാൽ angle of incidence and angle of reflection are equal. Incident ray, reflected ray, normal at the point of incidence are in the same plane. ഓക്കെ, ഇത് ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ശരിക്കും യൂട്ടിലൈസ് ആവുന്നത്. നമ്മൾ കാഴ്ച കാണുന്നതിന് നമ്മളെ സഹായിക്കുന്ന പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് ശരിക്കും റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മറ്റു വസ്തുക്കളെ കാണുന്നത്? ആ വസ്തുവിൽ ഒരു ലൈറ്റ് വന്ന് പതിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് ബുക്ക് വായിക്കാൻ പറ്റുന്നത്? ആ ബുക്കിലേക്ക് ലൈറ്റ് വന്ന് പതിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് എന്റെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് ബുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ കാഴ്ച സാധ്യമാക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. എന്ത്? റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ മിററിന്റെ കേസ് പറഞ്ഞു. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകത എന്താ? അതിന്റെ ഉപരിതലം നല്ല സമതലമായിരിക്കും, അല്ലെ? അതിന്റെ ഉപരിതലം പ്ലെയിൻ ആയിരിക്കും. സോ അങ്ങനെയുള്ള മിററിനെ നമ്മൾ മറ്റൊരു പേര് പറയും, അതാണ് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് നമ്മൾ പറയുന്നത്. ഈ സമതല ദർപ്പണത്തിൽ ഉണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങളിപ്പോ കണ്ണാടിന്റെ മുന്നിൽ നിൽക്കുവാണ്. നിങ്ങൾ കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സെയിം സൈസിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ കണ്ണാടിയിൽ നിന്ന് എത്ര ദൂരത്തിലാണോ നിങ്ങളുള്ളത് അത്രയും ദൂരത്തിൽ തന്നെയുള്ള ഇമേജ് അല്ലേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഇടത് കൈ പൊക്കുമ്പോൾ കണ്ണാടിയിൽ നിങ്ങൾ വലത് കൈ പൊക്കിയതുപോലെ അല്ലേ കാണുന്നത്. ഇതിന് വേറൊരു പേര് പറയും, അതാണ് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കണ്ണാടിയിൽ നിങ്ങൾ നേരെയല്ലേ നിൽക്കുന്നത്, തലകുത്തിയാണോ? അതുകൊണ്ട് നമുക്ക് പറയും ഇറക്റ്റ് ആണ്. ഇറക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വിർച്വൽ ആണ് അല്ലെങ്കിൽ മിഥ്യാപ്രതിബിംബമാണ് എന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത? ഒന്ന്, സൈസ് ഓഫ് ദി ഇമേജ് സെയിം ആസ് ദി സൈസ് ഓഫ് ദി ഒബ്ജക്ട്. വസ്തുവിന്റെ വലുപ്പം തന്നെയാണ് പ്രതിബിംബത്തിന്റെ വലുപ്പം. രണ്ടാമത്തേത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് മിറർ. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. മൂന്നാമത്തേതാണ് പാർശ്വിക വിപര്യം, ലാറ്ററൽ ഇൻവേർഷൻ നടക്കും എന്നുള്ളത്. ലാറ്ററൽ ഇൻവേർഷന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ആംബുലൻസ്. ആംബുലൻസ് എന്ന് എഴുതിയത് നേരിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പോൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ വാഹനത്തിന്റെ സൈഡ് വ്യൂ മിററിലൂടെ അല്ലെങ്കിൽ മിററിലൂടെ നോക്കിയാൽ ആംബുലൻസ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും. കാരണം എന്താണ്? ഇടം വലം തിരിഞ്ഞാണ് ആംബുലൻസ് എന്ന് എഴുതിയത്. അപ്പൊ ഇടം വലം തിരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ലൈറ്റിന്റെ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ എന്താണ്? ഇറക്റ്റ് ആണ്, അതുപോലെ തന്നെ വിർച്വൽ, അതായത് നിവർന്നതാണ്, മിഥ്യയാണ് എന്ന് കൂടി മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു പ്ലെയിൻ മിററിൽ നിങ്ങൾക്ക് എത്ര ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു പ്ലെയിൻ മിററിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടുന്നുള്ളൂ. ഇനി ഇതുപോലെ 2 പ്ലെയിൻ മിററുകൾ ഇങ്ങനെ പരസ്പരം
ടച്ച് ചെയ്യാതെ പാരലായിട്ട് വെച്ചു. എന്നിട്ട് അതിന്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഇടയിലാണ് ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഇമേജുകൾ ആ ഒരു മെഴുകുതിരിയുടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ്? അതിന് കാരണമാണ് ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം ഇമേജുകൾ രണ്ട് പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലെയിൻ മിററുകൾക്കിടയിൽ വെക്കുന്ന വസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഇതുപോലെ പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനമാണ്. ഇനി ഞാൻ ഈ രണ്ട് പ്ലെയിൻ മിററിൽ ഇങ്ങനെ പാരലായിട്ട് വെക്കുന്നതിന് പകരം ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ ചെരിച്ചു വെച്ചു. അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ഞാൻ ഈ ഒന്നാമത്തെ പ്ലെയിൻ മിറർ ഇതാണ്, രണ്ടാമത്തെ പ്ലെയിൻ മിറർ ഇതാണ്, രണ്ട് പ്ലെയിൻ മിററും ഇങ്ങനെ വെച്ചു. അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു റോസാപ്പൂ വെച്ചാൽ ആ റോസാപ്പൂവിന്റെ എത്ര ഇമേജ് എനിക്ക് കിട്ടുന്നു എന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് 360 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത്. അതിൽ എക്സ് എന്ന് പറയുന്നത് ആ ഒരു ആംഗിൾ ആണ്. അതായത് ഇപ്പൊ ഇത് പ്ലെയിൻ മിറർ 1 ആണ്, ഇത് പ്ലെയിൻ മിറർ 2 ആണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ഇവർക്കിടയിൽ ഞാൻ ഒരു പൂ വെച്ചാൽ എനിക്ക് ആ പൂവിന്റെ എത്ര ഇമേജ് കിട്ടും എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 60 ഡിഗ്രി കൊടുത്താൽ മതി. അതായത് 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 360 ഡിവൈഡഡ് ബൈ 16 ആദ്യം കണ്ടുപിടിക്കണം, അതിനോട് -1 ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആംഗിൾ തന്നാൽ നമുക്ക് അവിടെ എത്ര നമ്പർ ഓഫ് ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ബേസിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ഡിവൈസ് ഉണ്ട്, ഒന്ന് കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. ഇനി അതിന്റെ കൂടെ ഈ ഒരു തിയറി, ഈ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് രണ്ട് പ്ലെയിൻ മിററുകൾ തമ്മിലുള്ള ആംഗിൾസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇമേജിന്റെ എണ്ണം കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ 60 ഡിഗ്രിയിലാണ് രണ്ട് പ്ലെയിൻ മിറർ വെക്കുന്നതെങ്കിൽ ഒരു 70 ഡിഗ്രിയിൽ മറ്റ് രണ്ട് പ്ലെയിൻ മിറർ വെച്ചാൽ ഇതിൽ ഏത് പ്ലെയിൻ മിററിലായിരിക്കും നമ്പർ ഓഫ് ഇമേജ് കൂടുതലുള്ളത്? 60 ഡിഗ്രിയിലായിരിക്കും. എന്തുകൊണ്ടാണ്? കോണളവ് കൂടുന്നതിനനുസരിച്ച് അവിടെ നമ്പർ ഓഫ് ഇമേജ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു പോയിന്റിലേക്ക് വരാം. അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ മൂലം വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് ഒന്ന് കാലിഡോസ്കോപ്പ്, ഒന്ന് പെരിസ്കോപ്പ്. കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്ലെയിൻ മിറർ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ മിറർ ഇതാ നിങ്ങൾക്ക് ഒരു ത്രികോണാകൃതിയിൽ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വളപ്പൊട്ടോ ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. എക്സ്പെരിമെന്റ് അല്ല, ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് കാരണം എന്താണ്? ആ വളപ്പൊട്ടിൽ നിന്നുള്ള ലൈറ്റിങ്ങിന് പരസ്പരം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെരിസ്കോപ്പിൽ നമുക്ക് ഇതാ ഒരു PVC പൈപ്പ് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ രണ്ടറ്റത്തും ഇതുപോലെ രണ്ട് പ്ലെയിൻ മിറർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ഒരു റോസാപ്പൂ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്ന് നിങ്ങൾക്ക് താഴ്ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. പെരിസ്കോപ്പ് ഉപയോഗിക്കുന്ന നിരവധി സിറ്റുവേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്, ഇതിന്റെയൊക്കെ പ്രിൻസിപ്പിൾ, ഇതിന്റെയൊക്കെ ശാസ്ത്ര ആശയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? യെസ്, അതിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി ആനുവൽ എക്സാമിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതുവരെ പഠിച്ച കാര്യങ്ങളും ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് നമ്മൾ ഒന്നും കൂടി പഠിക്കണം. അപ്പൊ നമുക്ക് അതിന് വൃത്തിക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് വേണം? ഒരു റിവിഷൻ ബാച്ച് വേണം. സോ നിങ്ങൾക്കായുള്ള റിവിഷൻ ബാച്ച് ആണ് മക്കളെ നമ്മുടെ ക്ലാസ് 7 എൻ ഗെയിം ബാച്ച്. അപ്പൊ ഈ ഒരു ബാച്ച് നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആനുവൽ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ക്ലാസ്സുകൾ തരാനായിട്ട് പോവുകയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മുതൽ, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ, ഫസ്റ്റ് ലൈവ് മുതൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നല്ല മാർക്ക് കരസ്ഥമാക്കാം അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും, ഓക്കെ, അതിനുള്ള കുറെ ടിപ്സും കുറെ ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ചെറിയ ഒരു വെബിനാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ JD സാറും AD സാറും ഒക്കെ വരുന്നുണ്ട്. സോ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ഒന്ന് സ്കാൻ ചെയ്യുക. നിങ്ങളുടെ 7ാം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്യുക. വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് സൺഡേ ആണ്, നെക്സ്റ്റ് സൺഡേ 6 മണിക്കാണ്, വൈകുന്നേരം 6 മണിക്കാണ്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് അലാം വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട്
പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.